ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 37ലേക്ക് കടക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 37 നന്നായി വായിക്കുക. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഒരു പ്ലെയിനിന്റെ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 1/√3 ആണ് എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു 5 കിലോഗ്രാം മാസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ പ്ലെയിനിന്റെ മുകളിലേക്ക് നീക്കണം എങ്കിൽ നിങ്ങൾ എന്ത് ഫോഴ്സ് അല്ലെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഈ ബ്ലോക്കിന്റെ കേസിൽ. നോക്കൂ, അതൊന്നുകൂടി നമ്മൾ പറയുകയാണ്. നോക്കൂ, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെയാണ്. അപ്പൊ mg എന്താണ്? ഇങ്ങനെ വെർട്ടിക്കലി താഴേക്കാണ്. നോക്കൂ, mg അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ mg നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാം? രണ്ട് കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്യാം. നോക്കൂ, ഈ കമ്പോണന്റ് കോസ് തീറ്റ, തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് mg കോസ് തീറ്റ, ഇത് mg സൈൻ തീറ്റ. ഇതുവരെ നിങ്ങൾക്ക് കറക്റ്റ് ആണ്, മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കൂ, mg കോസ് തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആരുള്ളത്? നോർമൽ റിയാക്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് നോർമൽ റിയാക്ഷൻ എന്താണ് എന്നറിയാം. നോക്കൂ, നോർമൽ റിയാക്ഷൻ എന്താണ്? അതായത് ഗ്രാവിറ്റേഷണൽ നമ്മുടെ വെയിറ്റിന് എന്താണ് നോർമലായി ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മേശപ്പുറത്ത് ഒരു പുസ്തകം ഇരിക്കുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ത് ചെയ്യുന്നു? താഴേക്ക് ആക്ട് ചെയ്യുന്നു. എന്നാൽ നോർമൽ റിയാക്ഷൻ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നത് ടേബിൾ ആണ് നോർമൽ റിയാക്ഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബുക്ക് അവിടെ നിശ്ചലമായി ഇരിക്കുന്നതിനുള്ള കാരണം. അതാണ് സിമ്പിളായി എന്താണ് നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ബ്ലോക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിലേക്ക് വലിച്ചു നീക്കാൻ ആവശ്യമുള്ള ഫോഴ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കൂ, mg സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? mg സൈൻ തീറ്റ ഈ ബ്ലോക്കിനെ താഴേക്ക് വലിച്ചു നീക്കുന്ന ഫോഴ്സ് ആണ് mg സൈൻ തീറ്റ. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയി നമ്മൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് വലിച്ചു നീക്കണം. മുകളിലേക്ക് വലിച്ചു നീക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയി വർക്ക് ചെയ്യണം. അപ്പൊ ഈ mg സൈൻ തീറ്റയോടൊപ്പം നിങ്ങൾ ആ മാഗ്നിറ്റ്യൂഡിനോടൊപ്പം അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഫോഴ്സിനോടൊപ്പം നിങ്ങൾ എത്ര ഫോഴ്സും കൂടി ചേർക്കണം? ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വലിച്ചു നീക്കാനുള്ള ഫോഴ്സും കൂടി എന്ത് ചെയ്യണം? ആ ക്വാണ്ടിറ്റി കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. നോക്കൂ, ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഫ്രിക്ഷൻ ആണ്. കോയിഫിഷ്യന്റ് ഫ്രിക്ഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോർമൽ റിയാക്ഷൻ എന്താണ്? n ആണ്. നോർമൽ റിയാക്ഷന്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് n എന്ന് പറഞ്ഞാൽ mg കോസ് തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോ n ന്റെ വാല്യൂ എത്രയാണ്? mg കോസ് തീറ്റ തന്നെയാണ്. mg കോസ് തീറ്റ. അപ്പൊ നോക്കൂ, നമ്മുടെ ഫോർമുലയിൽ ആരൊക്കെ ഉണ്ട്? mg സൈൻ തീറ്റ പ്ലസ് മ്യൂ ഇൻറ്റു mg കോസ് തീറ്റ. എല്ലാം റെഡിലി അവൈലബിൾ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ വാല്യൂസ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 കിലോഗ്രാം ആണ്. g 10 ആയിട്ട് എടുക്കുക. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. തീറ്റ 30 ഡിഗ്രി സൈൻ 30 പ്ലസ് 1/√3 എത്രയാണ്? കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ഇൻറ്റു 5 ഇൻറ്റു 10 ഇൻറ്റു കോസ് 30. അപ്പോൾ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 50 ന്യൂട്ടൺ എന്ന് ഉത്തരം കിട്ടും. 50 ന്യൂട്ടൺ. സോ ഓപ്ഷൻ സി ആണ്. നോക്കൂ, ഈ ഫിഗർ എന്ത് ചെയ്യുക? ഫിഗർ ക്ലിയർ ആയി മനസ്സിലാക്കുക. ഫിഗർ ക്ലിയർ ആയി എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കണം. ഫിഗറിലാണ് എന്ത് ചെയ്യുന്നത്? കാര്യം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗറാണ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, കാര്യം മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഓക്കെ, അടുത്തായി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 38ലേക്ക് പോകാം. 38 നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഒരു ബുള്ളറ്റ്, അതായത് ക്യാപിറ്റൽ M മാസ് ഉള്ള ഒരു ബുള്ളറ്റിനെ എന്ത് ചെയ്യുന്നു? 50 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി ഫയർ ചെയ്യുന്നു അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി ഹൊറിസോണ്ടൽ. നോക്കൂ, ഹൊറിസോണ്ടലുമായി തീറ്റ എന്നുള്ള ആംഗിൾ മേക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബുള്ളറ്റ് ഫയർഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുള്ളറ്റിന്റെ ട്രാജക്ടറി ഇതാണ്. ബുള്ളറ്റിന്റെ ട്രാജക്ടറിയുടെ ഹയസ്റ്റ് പോയിന്റിൽ വെച്ച് അത് എന്ത് ചെയ്യുന്നു? ഒരു ബോബുമായി കൊളൈഡ് ചെയ്യുന്നു. ബോബ് ഇതാ ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ബോബുമായി കൊളൈഡ് ചെയ്യുന്നു. ബോബിന്റെ മാസ് എത്രയാണ്? 3m ആണ്. അപ്പൊ ഒരു ബോബുമായി കൊളൈഡ് ചെയ്യുന്നു. ബോബ് തൂക്കിയിട്ടിരിക്കുന്ന സ്ട്രിങ് നോക്കൂ. ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ്ങിന്റെ ലെങ്ത് 10/3 മീറ്റർ ആണ്. നോക്കൂ, ബുള്ളറ്റ് വന്ന് എന്താണ്? ബോബിൽ കൊളൈഡ് ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റ് ബോബ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? അതായത് ബുള്ളറ്റ് ബോബിൽ ഫിക്സ് ചെയ്യപ്പെടുകയാണ്. അതായത് ഫയർ ചെയ്ത് വന്ന ബുള്ളറ്റ്, ഇത്രയും സ്പീഡിൽ വന്ന ബുള്ളറ്റ് ബോബിൽ എന്ത് ചെയ്തു? കൊളൈഡ് ചെയ്ത് അതിനകത്ത് ഫിക്സ് ചെയ്യപ്പെട്ട് ബോബ് എന്ത് ചെയ്യും? ബോബിന്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തതാ ഇവിടെയാവും. അതായത് ഏകദേശം 120 ഡിഗ്രി എന്ത് ചെയ്യുന്നു? ആംഗിളിൽ ബോബ് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ,
അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിംഗ് ആംഗിൾ, അതായത് ഈ തീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? തീറ്റയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് മറ്റൊന്നുമല്ല, എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. നോക്കൂ, ആദ്യം അതായത് ഈ ബുള്ളറ്റും ബോബും കൊളൈഡ് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് നോക്കൂ, ഇനീഷ്യൽ മൊമെന്റം എത്രയായിരുന്നു? ബുള്ളറ്റിന്റെ ബുള്ളറ്റ് ബോബ് സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ മൊമെന്റം എത്രയായിരുന്നു? നോക്കൂ, ബുള്ളറ്റിന്റെ മൊമെന്റമാണ് എം വി കോസ് തീറ്റ. എങ്ങനെയാണ് കോസ് തീറ്റ വന്നത്? വി കോസ് തീറ്റ. നോക്കൂ, ഒരു പ്രൊജക്ടൈലിന്റെ, ഒരു ഓബ്ലിക് പ്രൊജക്ടൈലിന്റെ ഹയസ്റ്റ് പോയിന്റിൽ അതിന്റെ വെലോസിറ്റി, ഹൊറിസോണ്ടലി വന്നാണ് ബോബിന് എന്ത് ചെയ്യുന്നത്? കൊളൈഡ് ചെയ്യുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി വി കോസ് തീറ്റയാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. പ്രൊജക്ടൈലിന്റെ പോർഷനിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ടൈലിന്റെ പോർഷൻ ഒന്നെടുത്ത് വായിച്ചു നോക്കാം. പ്ലസ് നോക്കൂ, ബുള്ളറ്റിന്റെ മൊമെന്റം, ഇനീഷ്യൽ മൊമെന്റം, പ്ലസ് ബോബിന്റെ ഇനീഷ്യൽ മൊമെന്റം. നോക്കൂ, കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് ബോബിന്റെ ഇനീഷ്യൽ മൊമെന്റം എത്രയായിരുന്നു? ബോബ് റെസ്റ്റിലായിരുന്നു. അപ്പൊ നോക്കൂ, എം ഇൻറ്റു വി, 3m ഇൻറ്റു 0 ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നോക്കൂ, 0 ആണ് എന്ത്? ബോബിന്റെ ഇനീഷ്യൽ മൊമെന്റം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഫൈനൽ മൊമെന്റം നോക്കൂ. ഈ സിസ്റ്റത്തിന്റെ ഫൈനൽ മൊമെന്റം നോക്കൂ. ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ ഇപ്പോഴത്തെ വെലോസിറ്റി. ബുള്ളറ്റിന്റെ ഇപ്പോഴത്തെ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു വി ഡാഷ് എന്ന് എടുക്കുന്നു. പ്ലസ് ബോബിന്റെ ഇപ്പോഴത്തെ വെലോസിറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. അത് രണ്ടും ഒന്നാണ്. നോക്കൂ, ബുള്ളറ്റ് ബോബിനകത്താണ്, രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പൊ രണ്ടിനും ഒരേ വെലോസിറ്റിയാണ്, വി ഡാഷ് ആണ്. അപ്പൊ എം ഇൻറ്റു വി ഡാഷ് പ്ലസ് 3m ഇൻറ്റു വി ഡാഷ്. ഇത് ഒരുമിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? എം വി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം പ്ലസ് 3m എത്ര? 4m ഇൻറ്റു വി ഡാഷ് ആണ്. 4m ഇൻറ്റു വി ഡാഷ് ആണ്. ഇതാണ് എന്ത്? ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നോക്കൂ, നിങ്ങൾ ഈ പോർഷനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വരച്ചിരിക്കുകയാണ്. ഈ പോർഷന്റെ ഫിസിക്സ് ആണ് നമുക്കിനി പറയാനുള്ളത്. ഈ പോർഷനിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? വി ഡാഷ് എന്നുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ. നോക്കൂ, ഈ പോർഷൻ കുറച്ചുകൂടി ഇലാബറേറ്റ് ഇവിടെ വരച്ചിരിക്കുന്നു. നോക്കൂ, ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. നോക്കൂ, ഇത് L ആണ്. ഇത് ബോബിന്റെ ലെങ്ത് L ആണ്. നോക്കൂ, ഈ ബോബ് ബുള്ളറ്റ് വന്ന് കൊളൈഡ് ചെയ്തതിനു ശേഷം ബോബ് 120 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്താൽ ഇവിടെ എത്തുന്നു. അപ്പൊ ബോബ് സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് EH ആണ്. അതായത് ഈ ലെവലിൽ നിന്നും ബോബ് ഇപ്പൊ എത്ര ഉയരത്തിലാണ്? H ഉയരത്തിലാണ്. നോക്കൂ, H ഉയരത്തിലാണ്. ഇത് ബോബിന്റെ ലെങ്ത് L ആണ്. നോക്കൂ, ഇത്രയും ഡിസ്റ്റൻസ് X ആണ്. ഇതുവരെ, അതായത് ഈ H എന്നുള്ള ലെങ്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? L എന്നുള്ള ഈ ഡിസ്റ്റൻസ് കളഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? X ഉണ്ട്. അപ്പൊ L പ്ലസ് X ആണ് എത്ര? ഈ H എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ഇത് 120 ഡിഗ്രിയാണ്. നോക്കൂ, ഇത്രയും ഇങ്ങനെ നമ്മളൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാൽ ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ബാക്കി എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തൂടെ? ഈ ട്രയാങ്കിൾ ഇവിടെ ട്രയാങ്കിൾ ആയിട്ട് നിങ്ങൾ നോക്കുക, ഇമാജിൻ ചെയ്യുക. ഈ ട്രയാങ്കിളിൽ എത്രയാണ്? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബോബിന്റെ, അല്ലെങ്കിൽ ബോബ് സസ്പെൻഡ് ചെയ്യപ്പെട്ട സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആണ്, സ്മോൾ L ആണ്. നോക്കൂ, ഇത് X ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീറ്റ 30 ഡിഗ്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ട്രയാങ്കിളിൽ നിന്നും ട്രിഗണോമെട്രിക് റേഷ്യോകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ്? ബുള്ളറ്റിന്റെയും ബോബിന്റെയും വെലോസിറ്റി വി ഡാഷ് ആണ്. രണ്ടിന്റെയും ഈ സിസ്റ്റം, ഇത് ബുള്ളറ്റ് ബോബ് സിസ്റ്റം ആണ്. നോക്കൂ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഡാഷ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? നമ്മളുടെ കയ്യിൽ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. കാര്യം എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി, ഈ സിസ്റ്റം ഇവിടെ നിന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി, ഹൈറ്റ്, ആക്സിലറേഷൻ, ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് നമുക്ക് വി ഡാഷ് ഈക്വൽ ടു √2gh എന്ന് എഴുതാം. ഇനി ഫിഗറിൽ നിന്ന് നോക്കിക്കേ, H എന്ന് പറയുന്നത് L പ്ലസ് X ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് H is equal to L പ്ലസ് X ആണ്. അപ്പൊ നോക്കൂ, അതുപോലെ ഈ ഫിഗറിൽ നിന്ന് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നോക്കൂ, അതിൽ നിന്നും sin 30 ഡിഗ്രി നോക്കൂ, sin 30 ഡിഗ്രി is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് X ഉം ഹൈപ്പോട്ടന്യൂസ് L ഉമാണ്.
അപ്പൊ sin 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ ആണ്. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്ര? എൽ ഇൻറ്റു sin 30. എല്ലിന്റെ ലെങ്ത് നിങ്ങൾക്ക് അറിയാം, എൽ എത്രയാണ്? 10/3 ആണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പൊ 10/3 ഇൻറ്റു sin 30 1/2, അപ്പൊ 5/3 എന്ന് കിട്ടും. അപ്പൊ എച്ച് എത്ര കിട്ടും? ഈ എല്ലിനോടൊപ്പം 10/3 എന്നുള്ള എല്ലിനോടൊപ്പം ഇപ്പൊ കിട്ടിയ എക്സും കൂടി കൂട്ടുക. അപ്പൊ എത്ര കിട്ടും? 10/3 പ്ലസ് 5/3 15/3 ആണ്. അത് 5 ആണ്. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് വി ഡാഷ് കണ്ടുപിടിച്ചൂടെ? വി ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH. ജി 10 ആയിട്ട് എടുക്കുക. എച്ച് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ വി ഡാഷ് എന്നുള്ള എന്താണ് വെലോസിറ്റി നമ്മൾ എവിടെ എന്ത് ചെയ്യണം? പുട്ട് ചെയ്യണം. ഇക്വേഷൻ ഫസ്റ്റിൽ പുട്ട് ചെയ്യണം. ഇതാണ് എം വി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 4m ഇൻറ്റു വി ഡാഷ് എന്നുള്ള ഇക്വേഷൻ ആണ് 1. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? പുട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? എം ഇൻറ്റു വി ഡാഷ് എത്ര? സോറി, വി ഡാഷ് അല്ല, എം വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുള്ളറ്റ് വന്ന വെലോസിറ്റിയാണ്, ബുള്ളറ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്, ഫയർ ചെയ്ത. അത് എത്രയാണ്? 50 ആണ്. 50 ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 4m ഇൻറ്റു 10. 10 നമുക്ക് എത്ര കിട്ടി? വി ഡാഷ് ആണ് 10 ആയിട്ട് കിട്ടി. അതിവിടെ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 കൊടുക്കുക. എം ക്യാൻസൽ ചെയ്ത് കളയാം. കോസ് തീറ്റ നിങ്ങൾക്ക് എത്രയെന്ന് കിട്ടും? 4/5 എന്ന് കിട്ടും. അപ്പൊ തീറ്റ എത്രയാണ്? കോസ് ഇൻവേഴ്സ് 4/5 ആണ്. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കുക. നല്ല എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41ലേക്ക് കടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 41 പറയുന്നത്? ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. 3 ഐഡന്റിക്കൽ പാർട്ടുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, സ്പ്ലിറ്റിന് മുമ്പ് ബോംബിന്റെ മാസ് എം ആണെങ്കിൽ 3 ഐഡന്റിക്കൽ പാർട്ടുകളായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ പാർട്ടിന്റെയും മാസ് m/3 ആയിരിക്കും. നോക്കൂ, കണ്ടീഷൻ എന്താണ്? 2 പീസസ് റൈറ്റ് ആംഗിൾസിലാണ് ഫ്ലൈ ചെയ്ത് പോകുന്നത്. 2 പീസസ്, അതായത് ഈ V1ഉം V2ഉം വെലോസിറ്റി ഉള്ള ഈ 2 ഫ്രാഗ്മെന്റ്സ് റൈറ്റ് ആംഗിളിലാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, മൂന്നാമത്തേത് നമുക്ക് റൈറ്റ് ആംഗിളായി തോന്നാം. ഇത് വരച്ചപ്പോൾ അങ്ങനെ വന്നേ ഉള്ളൂ. 2 പീസുകൾ മാത്രമാണ് എന്ത്? റൈറ്റ് ആംഗിളിൽ പോകുന്നത്. ഒരേ വെലോസിറ്റിയിലാണ് പോകുന്നത്. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? ഇതിന്റെ വെലോസിറ്റി V1, ഇതിന്റെ V2, ഇതിന്റെ V3. സ്വാഭാവികമായി അങ്ങനെ പോകേണ്ടത് ഇവിടെ എന്താണ്? ഈ കേസിൽ 2 വെലോസിറ്റികളും ഒന്നാണ്. ഏത്? V1ഉം V2ഉം ഒന്നാണ്. ഓക്കെ, സെയിം വെലോസിറ്റി V ആണ്. V1 ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൂന്നാമത്തെ ഫ്രാഗ്മെന്റിന്റെ വെലോസിറ്റി ആണ്. ഓക്കെ, മൂന്നാമത്തെ ഫ്രാഗ്മെന്റിന്റെ വെലോസിറ്റി V3 എന്ന് കൊടുക്കാം. നോക്കൂ, ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. നോക്കൂ, എക്സ്പ്ലോഷന് മുമ്പ് ഈ 3 പീസുകളില്ല. അതായത് ഈ 3 പീസുകളുടെയും വെലോസിറ്റി 0 ആണ്. ഇത് റെസ്റ്റിലാണ് എക്സ്പ്ലോഷന് മുമ്പ്. അപ്പൊ എന്താണ്? ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. നോക്കൂ, ഫൈനൽ മൊമെന്റം നോക്കൂ. ഫസ്റ്റ് പീസിന്റെ മൊമെന്റം എത്രയാണ്? m/3 ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. V1 ആണ് അതിന്റെ വെലോസിറ്റി. അടുത്ത് നോക്കൂ, രണ്ടാമത്തെ m/3 ഇൻറ്റു V2 ആണ് അതിന്റെ വെലോസിറ്റി, പ്ലസ് m/3 ഇൻറ്റു V3 ആണ് മൂന്നാമത്തേതിന്റെ. ഈ 2 എണ്ണവും എന്താണ്? V ആണെന്ന് നിങ്ങൾക്കറിയാം. നോക്കൂ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ V1ന്റെയും V2ന്റെയും റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. 2 വെക്ടേഴ്സ് അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം പാരലോഗ്രാം, ലോ ഓഫ് വെക്ടർ അഡീഷന്റെ ആ മാത്തമാറ്റിക്സ് നിങ്ങൾക്കറിയാം. ആ സ്റ്റെപ്പുകൾ നിങ്ങൾക്കറിയാം. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? എന്താണ്? റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് 2V1 V2 കോസ് തീറ്റ. നോക്കൂ, ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. കാര്യം ഈ 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ. V1ഉം V2 എത്രയാണ്? V1ഉം V2ഉം V തന്നെയാണ്. അപ്പോൾ V സ്ക്വയർ പ്ലസ് V സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് എടുക്കുമ്പോൾ V റൂട്ട് 2 എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് m/3 ഇൻറ്റു V1 പ്ലസ് V2 ചേർത്ത് നമുക്ക് V റൂട്ട് 2 എന്ന് കിട്ടും. പ്ലസ് ബാക്കി എത്രയുണ്ട്? m/3 ഇൻറ്റു V3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കൂ, ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? LHSലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും? m/3 ഇൻറ്റു V3 ഈക്വൽ മൈനസ് m/3 ഇൻറ്റു V റൂട്ട് 2 എന്ന് കിട്ടും. m/3 ക്യാൻസൽ ചെയ്ത് കളയാം. V3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ് V റൂട്ട് 2, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം, അല്ലെങ്കിൽ സൈൻ ഇടാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ V റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് പറഞ്ഞിട്ടില്ല, ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണമെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടുപിടിക്കാനേ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ്? V റൂട്ട് 2 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 41st ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 43യിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 43 പറയുന്നത്? ഒരു റോഡ്
നോക്കൂ, ഒരു റോഡിന്റെ ഇരുവശത്തും എന്ത് ചെയ്യുകയാണ്, 2 സ്ട്രിങ്ങിലൂടെ ഒരു 1000 കിലോഗ്രാം വെയിറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യനിലൂടെ കാണാൻ പറ്റുന്നത്. നോക്കൂ, ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ നോക്കൂ 60 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിലെ ഫിഗറിനെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, റോഡിന്റെ ലെങ്ത് എല്ലാണ്. ഓക്കെ, അപ്പൊ ഈ 1000 കിലോഗ്രാം വെയിറ്റ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ 2 സ്ട്രിങ്ങുകൾ നോക്കൂ, ഈ 2 സ്ട്രിങ്ങുകളുടെയും ലെങ്ത് എല്ലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടെൻഷൻ ഓഫ് ദി റോഡിലെ ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ടെൻഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇതിന്റെ ലെങ്ത് എല്ല്, ഇതിന്റെ ലെങ്ത് എല്ല്. അപ്പൊ 3 എല്ല് ആയതുകൊണ്ട് ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളിന്റെയും വില എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ അത് അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം, 60 ഡിഗ്രിയാണ്. ഓക്കെ, ശരി. അപ്പൊ നോക്കൂ, ഈ 1000 കിലോഗ്രാം വെയിറ്റ് നമ്മൾ ഇവിടെ സസ്പെൻഡ് ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ, ഈ 2 സ്ട്രിങ്ങുകളിലെയും ടെൻഷൻ എത്രയാണ്? ടെൻഷൻ നോക്കൂ, ടി എന്ന് സൂചിപ്പിക്കാം. ഈ 2 സ്ട്രിങ്ങുകളിലെയും ടെൻഷൻ ടി എന്ന് സൂചിപ്പിക്കാം. അപ്പൊ നോക്കൂ, ടി എന്ന് സൂചിപ്പിച്ചാൽ ഇവിടെ എന്ത് കിട്ടും? ഈ ടെൻഷൻ നോക്കൂ, ഈ ടെൻഷൻ വെക്ടർ ആണ്, ഇങ്ങോട്ടാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 2ആയി റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ ഈ വെക്ടറിനെ നമുക്ക് ഇങ്ങനെയും റിസോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതിനടുത്ത് കിടക്കുന്നത് എന്താണ്? കോസ് തീറ്റ ആണ്. അല്ലെങ്കിൽ തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് എപ്പോഴും കോസ് തീറ്റ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസൊല്യൂഷനിൽ എടുക്കുന്നത്. അപ്പൊ നോക്കൂ, ടി കോസ് 30 ഡിഗ്രിയാണ് ഈ കമ്പോണന്റ്. നോക്കൂ, ടി കോസ് 30 ഡിഗ്രി. അതുപോലെ ഇവിടെയും നോക്കൂ, ഇവിടെയും അതേ രീതിയിൽ റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ്? ടി കോസ് 30 തന്നെ. ഈ 2 ടി കോസ് 30 ഡിഗ്രിയും ആരെയാണ് ബാലൻസ് ചെയ്യുന്നത്? നോക്കൂ, ഈ 1000 കിലോഗ്രാം വെയിറ്റിനെയാണ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ടി കോസ് 30 പ്ലസ് ടി കോസ് 30 is equal to 1000 into g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. 10 ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് 10,000 എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, ടി കോസ് 30 ഡിഗ്രി പ്ലസ് ടി കോസ് 30 ഡിഗ്രി എത്ര? 2t കോസ് 30 ഡിഗ്രി is equal to 10,000 എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, 2t into √3/2 കോസ് 30 ഡിഗ്രി √3/2 ആണ് ഈക്വൽ ടു 10,000. അപ്പൊ അതിൽ നിന്ന് ടി എത്ര കിട്ടും? ടെൻഷൻ ഇൻ ദ സ്ട്രിങ് എത്ര കിട്ടും? 10,000 ഡിവൈഡഡ് ബൈ √3 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. നോക്കൂ, 10,000 ഡിവൈഡഡ് ബൈ √3 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. നോക്കൂ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ടെൻഷൻ ഓൺ ദ റോഡ്. അപ്പോൾ എത്രയാണ് ടെൻഷൻ ഓൺ ദ റോഡിലെ ടെൻഷൻ എത്രയാണ്? നോക്കൂ, ഈ കമ്പോണന്റ് ആണ്. ഇതാണ് ടെൻഷൻ ഇൻ ദ റോഡ്. ഇത് ടി കോസ് 30 ഡിഗ്രി ആണെങ്കിൽ ഇതെന്താണ്? ഇത് ടി സൈൻ 30 ഡിഗ്രിയാണ്. ഓക്കെ, ടി സൈൻ 30 ഡിഗ്രി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടി സൈൻ 30 ഡിഗ്രി. ആ എന്താണ് കമ്പോണന്റുകൾ റിസോൾവ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്താണ് താഴോട്ടുള്ള കമ്പോണന്റ്? ഇത് ടി സൈൻ 30 ഡിഗ്രി ആണെങ്കിൽ മറ്റെന്താണ്? ടി കോസ് 30 ഡിഗ്രി. അപ്പൊ റോഡിലൂടെയുള്ള ടെൻഷൻ ആ കമ്പോണന്റ് ആണ്. നിങ്ങൾക്കറിയാം, റോഡിലൂടെയാണ് ആ ടെൻഷൻ പാസ് ചെയ്യുന്നത്. നോക്കൂ, അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെൻഷൻ ഓൺ ദ റോഡ് ഇസ് ഈക്വൽ ടു എത്ര? ടി സൈൻ 30 ഡിഗ്രി. ദാറ്റ് ഇസ് ഈക്വൽ ടു 10,000. ടിയുടെ വാല്യൂ 10,000 ബൈ √3 ആണ്. ഇൻറ്റു സൈൻ 30 ഡിഗ്രി ഹാഫ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 5 into 10⁻³ ബൈ √3 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പൊ നോക്കൂ, 43rd ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 44ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44 പറയുന്നത് എന്താണ്? എ ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് എ ക്രോസ് സെക്ഷണൽ ഏരിയ എ ഈസ് സ്ട്രൈക്കിംഗ് അഗെയിൻസ്റ്റ് എ വാൾ at an angle theta to the horizontal and rebounds elastically എന്നാണ്. നോക്കൂ, ഒരു ജെറ്റ് ഓഫ് വാട്ടർ ഇങ്ങനെ ഒരു ഭിത്തിയെ സ്ട്രൈക്ക് ചെയ്യാണ്. ജെറ്റ് ഓഫ് വാട്ടർ എങ്ങനെയാണ് പോകുന്നത്? അറ്റ് എ സ്പെഷ്യൽ ആംഗിൾ തീറ്റ, അറ്റ് എ സ്പെസിഫിക് ആംഗിൾ തീറ്റ വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ. നോക്കൂ, പിന്നെ ഒരു പ്രധാന സംഗതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിത്ത് എ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ്. ജെറ്റ് ഓഫ് വാട്ടർ വിത്ത് എ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു പൈപ്പിലൂടെ വെള്ളം പോകുന്നത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ ആ പൈപ്പിന്റെ മുൻഭാഗത്ത്, അല്ലെങ്കിൽ പൈപ്പിന് നിങ്ങൾക്ക് മുറിച്ചിട്ട് നോക്കിയാൽ എന്ത് ചെയ്യും? മുൻഭാഗത്ത് കാണുന്ന ഒരു സർക്കുലാർ പാർട്ടാണ് അല്ലേ? ആ സർക്കുലാർ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോസ് സെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയയാണ് എന്ത്? ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ. ഓക്കെ,
അപ്പൊ നോക്കൂ, ഈ ജെറ്റ് ഓഫ് വാട്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണ്? എ ആണ്. അപ്പൊ നോക്കൂ, ഇത് ഭിത്തിയെ സ്ട്രൈക്ക് ചെയ്തതിനു ശേഷം ഇലാസ്റ്റിക്കായി റീബൗണ്ട് ചെയ്യുന്നു എന്നാണ്. ഇലാസ്റ്റിക്കായി റീബൗണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക്കായി റീബൗണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ച് ഇല്ലാതെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, വാട്ടർ ജെറ്റിന്റെ വെലോസിറ്റി വി ആണ് എങ്കിൽ, വാട്ടർ ജെറ്റിന്റെ വെലോസിറ്റി വി ആണ്, വാട്ടറിന്റെ ഡെൻസിറ്റി റോ ആണ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ദ നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വാൾ, ഈ വാളിൽ ആക്ട് ചെയ്യപ്പെടുന്ന നോർമൽ ഫോഴ്സ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. നോക്കൂ, വെലോസിറ്റി ഓഫ് ദ വാട്ടർ ജെറ്റ് ഈസ് ഈക്വൽ ടു വി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോ നോക്കൂ, വാട്ടർ കോളമാണ്, അല്ലെങ്കിൽ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്, ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ എന്ത് ചെയ്യാണ്? വെള്ളം ഫ്ലോ ചെയ്യണം. അങ്ങോട്ട് വെള്ളം എന്ത് ചെയ്യാണ്? ഫ്ലോ ചെയ്യണം. നോക്കൂ, ആ ഫ്ലോ ചെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ ആ വാട്ടർ ഒരു കോളമാണെന്ന് വിചാരിക്കൂ. അപ്പൊ ആ വാട്ടർ കോളത്തിന്റെ ലെങ്ത് പിന്നെ പെർ യൂണിറ്റ് ടൈം, നോക്കൂ, ലെങ്ത് പെർ യൂണിറ്റ് ടൈം, ലെങ്ത് ഓഫ് ദ വാട്ടർ കോളം പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് വെലോസിറ്റി. നോക്കൂ, നിങ്ങൾക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ഈ വാട്ടർ പാസ് ചെയ്യുന്ന എന്താണ്? ഈ വാട്ടർ പാസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ കോളത്തിന്റെ ലെങ്ത് ആണ്. അതായത് ഈ വാട്ടർ കോളത്തിന്റെ ലെങ്ത് ആണ്. അപ്പൊ നോക്കൂ, ഈ ലെങ്ത് പെർ യൂണിറ്റ് ടൈമിനെയാണ് എന്ത് നിങ്ങൾ വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് സംശയമൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ലെങ്ത് നോക്കൂ, ലെങ്ത് ഒരു ഡിസ്റ്റൻസ് ആണ്. പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ വെലോസിറ്റി തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ലെങ്ത് ആണ്, ലെങ്ത് പെർ യൂണിറ്റ് ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈമിനെയാണ് വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ വെലോസിറ്റി ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് പെർ യൂണിറ്റ് ടൈം. അതായത് യൂണിറ്റ് ടൈമിലുള്ള ഡിസ്റ്റൻസിനെയാണ് നിങ്ങൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, റേറ്റ് ആണ്. അപ്പൊ നോക്കൂ, എ ഇൻറ്റു വി എന്താണ്? അപ്പോ എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഏരിയ ഇൻറ്റു വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ വി എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ലെങ്ത് ആണ്, പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പൊ ഏരിയ ഇൻറ്റു ലെങ്ത് എന്ത് വിളിക്കാം നിങ്ങൾക്ക്? വോളിയം എന്ന് വിളിക്കാം. ഓക്കെ, ഏരിയ ഓഫ് ലെങ്ത്, ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ വോളിയം. അപ്പൊ നോക്കൂ, ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി, അതായത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പോ മാസ്. അപ്പൊ നോക്കൂ, മാസ് ഓഫ് വാട്ടർ പാസിംഗ് പെർ യൂണിറ്റ് ടൈം ആണ് ഏത്? എ വി. റോ, ഇതെല്ലാം റോ ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പൊ എ ഇൻറ്റു വി എന്താണ്? വോളിയം ആണ്. വോളിയം. വി വോളിയം അല്ല, വി വെലോസിറ്റി ആണ്. ഏരിയ ഇൻറ്റു വെലോസിറ്റി എങ്ങനെ വോളിയം ആവും? വോളിയം പെർ യൂണിറ്റ് ടൈം ആണ്. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം, ലെങ്ത് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോ വോളിയം പെർ യൂണിറ്റ് ടൈം ആണ് എന്ത്? എ ഇൻറ്റു വി. അപ്പൊ നോക്കൂ, എ ഇൻറ്റു വി ഇൻറ്റു റോ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി, മാസ് ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തു വെക്കുന്ന എന്താണ്? പ്രോബ്ലത്തിന് വേണ്ടിയാണ്. നോക്കൂ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നോർമൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വാൾ ആണ് കണ്ടുപിടിക്കുന്നത്. നോക്കൂ, എഫ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം? നോർമൽ ഫോഴ്സ് ആണ്. അതെന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. ബൈ ഡെഫിനിഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. അതായത് ഈ പിന്നെന്താണ്? വാട്ടർ ജെറ്റ് വന്ന് ഇതിൽ സ്ട്രൈക്ക് ചെയ്തു, മൊമെന്റം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, തിരിച്ചെന്ത് ചെയ്യുന്നു? റീബൗണ്ട് ചെയ്യുന്നു, ഇലാസ്റ്റിക് ആയി റീബൗണ്ട് ചെയ്യുന്നു എന്നാണ്. അപ്പൊ നോക്കൂ, അങ്ങോട്ട് കൊടുക്കുന്ന മൊമെന്റം എത്രയാണ്? എ ഇൻറ്റു വി ഇൻറ്റു റോ. അത് മാസ് ആണ്. ഇൻറ്റു മൊമെന്റം എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പൊ നോക്കും, ഇത് മാസ് ആണ്, ഇത്രയുമാണ് വെലോസിറ്റി. എങ്ങനെ? വി കോസ് തീറ്റ വന്നു. നോക്കൂ, ഈ ഹയസ്റ്റ് പോയിന്റിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കമ്പോണന്റ് വി കോസ് തീറ്റയാണ്. നിങ്ങൾക്ക് ഒരുപാട് തവണ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രൊജക്ടൈൽ മോഷനിൽ ഹയസ്റ്റ് പോയിന്റിൽ എന്താണ്? വെലോസിറ്റി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വി കോസ് തീറ്റയാണ്. അപ്പൊ നോക്കൂ, എ ഇൻറ്റു വി ഇൻറ്റു റോ വി കോസ് തീറ്റ മൈനസ്, നോക്കൂ, തിരിച്ചിങ്ങോട്ട് റീബൗണ്ട് ചെയ്യുന്നു, ഇലാസ്റ്റിക് ആയി റീബൗണ്ട് ചെയ്യുന്നു. അപ്പൊ നോക്കൂ, അതേ മൊമെന്റം തന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ വരുന്നു. അപ്പൊ ചേഞ്ച് എന്താണ്? ഇനിഷ്യൽ മൊമെന്റം ഇതാണ്, ഫൈനൽ മൊമെന്റം ഇതാണ്. അപ്പൊ ചേഞ്ച് എങ്ങനെയാണ്? എ വി റോ ഇൻറ്റു വി കോസ് തീറ്റ മൈനസ് ഓഫ് എ വി റോ ഇൻറ്റു വി കോസ് തീറ്റ. അപ്പൊ നോക്കൂ, മൈനസ് മൈനസ് പ്ലസ് ആവുന്നു, നിങ്ങൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യാം? എ വി റോ വി, രണ്ട് വി ഉണ്ട്, അപ്പൊ എന്താണ്? വി സ്ക്വയർ വരും. അങ്ങനെ രണ്ട് തവണ. അപ്പൊ നോക്കൂ, 2a v സ്ക്വയർ റോ കോസ് തീറ്റ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ എന്താണ്? 44th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? 44th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ.